രാവിലെ ഓഫീസിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ പെട്രോൾ ടാങ്ക് നിറയ്ക്കാൻ കാത്തിരിക്കുന്നവർ അറിയേണ്ട വാർത്തയാണ്. ഇന്ധനവില കൂട്ടിയിരിക്കുന്നു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഈ വില വർധന. തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ തന്നെ രാജ്യത്ത് ഇന്ധനവിലയിൽ മാറ്റം ഉണ്ടാകുമെന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. സാധാരണയായി ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ കുറെ കാലത്തേക്ക് പെട്രോൾ ഡീസൽ വില സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ അത് അങ്ങനെ തന്നെ നിലനിന്നു പോവുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിന്റെ ഫലം വന്നതിന് ശേഷം അത്രയും കാലം കൂട്ടാതെ വെച്ചതൊക്കെ ഞങ്ങൾക്ക് ഒറ്റയടിക്ക് കൂട്ടുകയും ചെയ്യുന്ന ഒരു കീഴ്വഴക്കമാണ് ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കണ്ടുവരുന്നത്. ഇപ്പോഴത്തെ എന്തായാലും ഈ ഒരു ഇന്ധനവില വർധനവിന് പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം രാജ്യത്തേക്ക് വരുന്ന ക്രൂഡ് ഓയിലിന്റെ അളവിൽ ഗണ്യമായ കുറവുണ്ട്. കാരണം ചരക്ക് നീക്കം വലിയ രീതിയിൽ ബാധിക്കപ്പെട്ടത് കൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ കുറവ് വന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഇന്ധനവിലയിൽ വർധന ഉണ്ടാകുമെന്നത് എല്ലാവരും ആശങ്കപ്പെട്ടിരുന്ന ഒന്നാണ്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 രൂപയുടെ വർധനവേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. ഡൽഹിയിൽ ഇന്നത്തെ പെട്രോളിന്റെ വില എന്ന് പറയുന്നത് ഇന്നലെ 94 രൂപ 77 പൈസയായിരുന്ന പെട്രോളിന് ഇന്ന് 97 രൂപ 77 പൈസയായിട്ടുണ്ട്. അതേസമയം ഡീസലിന് 87 രൂപ 67 പൈസയായിരുന്നത് ഇപ്പോൾ 90 രൂപ 67 പൈസയായിട്ടുണ്ട്. 3 രൂപ വീതമാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചിട്ടുള്ളത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും കാര്യമായ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കാതിരിക്കാൻ പെട്രോളിയം കമ്പനികൾ പ്രതിദിനം 1000 കോടി രൂപയോളം നഷ്ടം സഹിക്കുന്നുണ്ട് എന്നാണ്. കഴിഞ്ഞ ഈ യുദ്ധം ആരംഭിച്ച് ഇതുവരെയുള്ള സമയം കൊണ്ട് പെട്രോളിയം കമ്പനികൾ ഒരു വർഷം നേടുന്ന ലാഭം, സാധാരണഗതിയിൽ ഒരു വർഷം കൊണ്ട് നേടുന്ന ലാഭം ഇപ്പോൾ ഈ ഒരു ഇത്രയും ദിവസം കൊണ്ട് പെട്രോളിയം കമ്പനികൾക്ക് നഷ്ടമായി തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ആ തുകയ്ക്ക് തുല്യമായ തുക നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പെട്രോളിയം മാർക്കറ്റിംഗ് കമ്പനികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഈ പെട്രോളിയം ഉപഭോഗം കുറയ്ക്കാൻ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും അഭ്യർത്ഥിക്കുകയും അതിന് തങ്ങളുടെ വാഹന വ്യൂഹത്തിൽ ഉൾപ്പെടെ വെട്ടിച്ചുരുക്കലുകൾ നടത്തിക്കൊണ്ട് പ്രധാനമന്ത്രി മാതൃക കാണിക്കുകയും ചെയ്തിരുന്നു. കാർ പൂളിംഗ് പോലെയുള്ള സംവിധാനങ്ങളെ ആശ്രയിക്കാൻ പൊതുജനങ്ങളോട് പറഞ്ഞിരുന്നു. എന്തായാലും ഈ പെട്രോൾ വിലയിൽ ഉണ്ടായ മാറ്റം സ്വാഭാവികമായും രാജ്യത്തെ ചരക്ക് നീക്കത്തിലും ഒരു വിലയിൽ അല്ലെങ്കിൽ അതിന്റെ ചിലവിലും മാറ്റം കൊണ്ടുവരുമെന്നത് തീർച്ചയാണ്.